അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ തന്നെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? DC മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ DCയും ACയും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്: a piece of soft iron which is attached to the spindle and a needle moves in a magnetic field produced by the current or by a current proportional to the quantity of electricity being measured. A piece of soft iron, ഒരു സോഫ്റ്റ് അയൺ പീസ് നമ്മളൊരു സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് നീഡിൽ, ആ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്പിൻഡിലും നീഡിലും ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു സോഫ്റ്റ് അയണിന് അറ്റാച്ച് ചെയ്യും. പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ്സ് ബൈ ദി കറണ്ട് ഓർ ബൈ എ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ബീങ് മെഷേർഡ്. പ്രൊപ്പോർഷണൽ ടു പ്രൊഡ്യൂസ്ഡ് ബൈ ആ കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ അത് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ബീങ് മെഷേർഡ്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഏത് ക്വാണ്ടിറ്റിയാണോ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പ്രൊപ്പോർഷണലായിട്ടുള്ള കറണ്ട് ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഏത് മൂവ് ചെയ്യുന്നുണ്ടാവുക? ഈ സോഫ്റ്റ് അയൺ ആ മൂവ് ചെയ്യുന്ന സ്പിൻഡിലും നീഡിലും ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ദർ ആർ 2 types of instruments which are either used as a voltmeter or ammeter. 2 type of instruments ആണ് സാധാരണ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് വരുന്നത്. അട്രാക്ഷൻ ടൈപ്പ്, അതുപോലെ റിപ്പൾഷൻ ടൈപ്പ്. അട്രാക്ഷൻ ടൈപ്പ് ആയാലും റിപ്പൾഷൻ ടൈപ്പ് ആയാലും രണ്ടും ഏതിലൊക്കെ വരുന്നുണ്ട്? വോൾട്ട്മീറ്ററിലായാലും വരുന്നുണ്ട്, അമ്മീറ്ററിലായാലും. ഈ 2 ടൈപ്പ് കണക്ഷൻസും 2 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും വോൾട്ട്മീറ്ററിലും വരുന്നുണ്ട്, അമ്മീറ്ററിലും വരുന്നുണ്ട്. മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ദ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ മാഗ്നറ്റിക് അട്രാക്ഷൻ. മാഗ്നറ്റിക് അട്രാക്ഷൻ, 2 മാഗ്നറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അൺലൈക്ക് പോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലോ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ മാഗ്നറ്റിക് റിപ്പൾഷൻ. ഒരേപോലത്തെ ലൈക്ക് പോളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് റിപ്പൾഷൻ സംഭവിക്കും ബിറ്റ്വീൻ ദ 2 അഡ്ജസ്റ്റൻ്റ് പീസസ് ഓഫ് ദ സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയണിൻ്റെ 2 അഡ്ജസ്റ്റൻ്റ് പീസസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അൺലൈക്ക് ആയിട്ടുള്ള പോൾസ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. ലൈക്ക് പോളുകളാണ് വരുന്നതെങ്കിൽ റിപ്പൽ ചെയ്യും, മാഗ്നറ്റൈസ്ഡ് ബൈ ദി സെയിം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ സോഫ്റ്റ് അയണിന് നമ്മളൊരു സോഫ്റ്റ് അയൺ പീസ്, 2 അഡ്ജസ്റ്റൻ്റ് സോഫ്റ്റ് അയൺ പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നറ്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു സോഫ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ഈ 2 സോഫ്റ്റ് അയണിനെ എങ്ങനെയാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്? ബൈ ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ്. ഒരേ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് മാഗ്നറ്റൈസ് ചെയ്യുന്ന 2 സോഫ്റ്റ് അയൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ഷൻ, അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഫിഗറിൽ അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. കൺസിസ്റ്റ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലാണ് തന്നിട്ടുള്ളത്. ഹാവിങ് എൻ അയൺ കോർ, ഒരു അയൺ കോർ ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ. ഫിഗറിൽ ആ ഒരു കേർവായിട്ട് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കോയിൽ എന്ന് പറയുന്നത്. കോയിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദി എയർ കോയിൽ എൻ ഓവൽ ഷേപ്ഡ് സോഫ്റ്റ് അയൺ പീസസ് എക്സെൻട്രിക്കലി പിവറ്റഡ് ഇൻ എ സ്പിൻഡിൽ. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ഓവൽ ഷേപ്ഡ് സോഫ്റ്റ് അയൺ പീസിനെ സ്പിൻഡിൻ്റെ മേലെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നൊരു പോയിൻ്റർ കാണിച്ചിട്ടുണ്ട്. ആ പോയിൻ്റർ വെച്ചിട്ടുള്ളത് ആ നടുക്കിൽ കാണുന്നത് സ്പിൻഡിലാണ്. ആ സ്പിൻഡിലിൻ്റെ മേലെയാണ് ഈ പോയിൻ്റർ ഇരിക്കുന്നതും. അതുപോലെ ഈ സോഫ്റ്റ് അയൺ പീസും ആ ഒരു സ്പിൻഡിലിൻ്റെ മേലെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദ സ്പിൻഡിൽ ഈസ് ഫ്രീ ടു മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ജ്വൽഡ് ബിയറിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു PMMCയുടെ കേസിലായാലും ജ്വൽഡ് ബിയറിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജ്വൽഡ് ബിയറിങ്സ് യൂസ് ചെയ്യുന്ന കാരണം സ്പിൻഡിലിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ പോയിൻ്റർ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ, പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ടുള്ളതും സ്പിൻഡിലേക്കാണ്. കുഡ് ദസ് മൂവ് ഓവർ ദ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. അപ്പോൾ എന്തായിരിക്കും ഈ കോയിലുണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കാരണം, അതായത് ഈ സോഫ്റ്റ് അയണിൻ്റെ മേലെ ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ കാരണം ഈ സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിൻ്ററും ഗ്രാജുവേറ്റഡ് സ്കെയിലിൻ്റെ മേലെയാണ് പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മെഷർമെൻറ്റ് അവിടെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. വെൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ സർക്യൂട്ട്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, അതായത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് അയൺ പീസ് ഹാങ്സ് വെർട്ടിക്കലി ഡൗൺ. ഈ സോഫ്റ്റ് അയൺ പീസ് എങ്ങനെയായിരിക്കും നിൽക്കുക? വെർട്ടിക്കലി ഡൗൺ ആയിട്ട് താഴെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആയതുകൊണ്ട് അവിടെ കൺട്രോൾ വെയിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ
വെയിറ്റ് ഉപയോഗിച്ച് ഗ്രാവിറ്റേഷണൽ അതായത് ഗ്രാവിറ്റി കൺട്രോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. W1 W2 എന്ന് പറയുന്ന 2 വെയിറ്റ് കൺട്രോളിങ് വെയിറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളിങ് വെയിറ്റ് കാരണം എപ്പോഴും എന്തായിരിക്കും, കറണ്ടിൻ്റെ സപ്ലൈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് അയൺ പീസ് താഴെ വെർട്ടിക്കലി ഡൗൺ ആയിട്ടായിരിക്കും അത് ഹാങ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ പോയിന്റർ ഷോസ് ദ 0 റീഡിങ്. പോയിന്റർ 0 റീഡിംഗ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. when the electromagnetic coil is connected to the supply. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ the magnetic field created in the coil attracts the soft piece. അപ്പോൾ ഈ കോയിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് കോയിലിലൂടെ ഒരു കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ ഇറ്റ്സെൽഫ് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അത് ഇലക്ട്രോമാഗ്നറ്റിക് കോയിലായിട്ട് മാറും. സാധാ ഒരു കോയിൽ നമ്മൾ കറണ്ട് കടത്തിവിടുന്ന സമയത്തേക്ക് അത് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതിലൂടെ എന്ത് സംഭവിക്കും? പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പം സോഫ്റ്റ് അയൺ പീസാണ് അവിടെ ഇരിക്കുന്നത്. മാഗ്നറ്റിക്കലി അട്രാക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് സോഫ്റ്റ് അയൺ പീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് അയൺ പീസിനെ അട്രാക്ട് ചെയ്യും ഡ്യൂ ടു ദ എക്സെൻട്രിസിറ്റി ഓഫ് ദി പിവറ്റിംഗ് ഓഫ് ദി അയൺ പീസ്. അപ്പോൾ അയൺ പീസ് വെച്ചിട്ടുള്ള രീതി അനുസരിച്ചിട്ട് എൻലാർജ്ഡ് പോർഷൻ ഓഫ് ദി അയൺ പീസ് ഈസ് പുൾഡ് ടുവേർഡ്സ് ദ കോയിൽ. ആ അയൺ പീസിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് ചെറുതായിട്ടും മറ്റേ ഭാഗത്ത് വലിയതായിട്ടുമാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. ഓവൽ തന്നെ ഒരു ഭാഗത്ത് ചെറുത് മറ്റു ഭാഗത്ത് കുറച്ച് സർക്കംഫറൻസ് കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും എന്ത് സംഭവിക്കുക? നമ്മുടെ കോയിലിൻ്റെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. കോയിലിൻ്റെ അടുത്തേക്ക് പുൾ ചെയ്യും, കോയിൽ അട്രാക്റ്റ് ചെയ്യും ആ ഒരു എൻലാർജ്ഡ് പോർഷനെ. ദിസ് ഇൻ ടേൺസ് മൂവ്സ് ഇത് സോഫ്റ്റ് അയൺ കോർ സോഫ്റ്റ് അയൺ പീസ് മൊത്തമായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഡിഫ്ലക്ഷൻ കിട്ടില്ല. അപ്പോൾ ഒരു ഭാഗത്താണ് നമ്മളതിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫിഗറിൽ നോക്കിയാലായിട്ട് കാണാം. ഒരറ്റത്താണ് നമ്മളതിനെ സ്പിൻഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മറ്റേ ഭാഗം ഫ്രീലി ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ആ എൻലാർജ്ഡ് പോർഷൻ ഫ്രീലി ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ഈ ഫ്രീലി ഹാങ് ചെയ്ത് കിടക്കുന്ന എൻലാർജ്ഡ് പോർഷൻ ഇലക്ട്രോമാഗ്നറ്റ്, അതായത് നമ്മുടെ മൂവിങ് കോയിലിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തേക്ക് മൂവിങ് കോയിലിലേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ അത് മൂവിങ് കോയിലിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്തേക്ക് അതിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പോയിന്റർ മൂവ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇൻ ടേൺസ് മൂവ്സ് ദ സ്പിൻഡിൽ ആൻഡ് മേക്സ് ദ പോയിന്റർ ടു ഡിഫ്ലക്റ്റ്. അപ്പം സോഫ്റ്റ് അയൺ പീസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പിൻഡിലും മൂവ് ചെയ്യും. സ്പിൻഡിലും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്പിൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്ററും ഡിഫ്ലക്റ്റ് ചെയ്യും. The amount of the deflection of the pointer will be greater when the current producing the magnetic field is greater. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് എത്ര കണ്ട് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണോ അത്രയും സ്ട്രോങ് ആയിട്ട് അതിന് നമ്മുടെ സോഫ്റ്റ് അയൺ പീസിനെ പുള്ള് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ പീസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കടത്തി വിടുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്ററും ഉണ്ടാവുന്നത്. നമ്മൾ കൂടുതൽ കറണ്ട് നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതലായിട്ട് ഡിഫ്ലക്ഷനും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എത്ര കറണ്ടാണ് പാസ് ചെയ്തത് എന്ന് മെഷർ ചെയ്യണത്. ഫർദർ ദ അട്രാക്ഷൻ ഓഫ് എ സോഫ്റ്റ് അയൺ പീസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ കറണ്ട് ഡയറക്ഷൻ ഇൻ ദ കോയിൽ. മുമ്പ് നമ്മൾ PMMC പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ കോയിലായിരുന്നു ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. കോയിലിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കടത്തി വിടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷന് അനുസരിച്ചായിരുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നത്. പ്രോപ്പർ ഡയറക്ഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്തിരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷെ നമ്മൾ തിരിച്ച് റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കോയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയും. സോ അതിന് AC നമുക്ക് മെഷർമെൻറ്റ് കിട്ടുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെയാണെങ്കിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിലാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനുമായിട്ട് സോഫ്റ്റ് അയൺ പീസിൻ്റെ അട്രാക്ഷന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തിന് സൈറ്റിക്കും DC-യിലും AC-യിലും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് എനേബിൾസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു ബി യൂസ്ഡ് ബോത്ത് ഇൻ ദ DC ആൻഡ് AC മെഷർമെൻറ്റ്. DC മെഷർമെൻറ്റ് അതായത് DC സപ്ലൈ ഉപയോഗിച്ചും AC സപ്ലൈ ഉപയോഗിച്ചും രണ്ടിനെയും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷനെ ഇവിടെ ഉണ്ടാവുന്ന സോഫ്റ്റ് അയൺ പീസിൻ്റെ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Then construction and the working of the repulsion type moving iron instrument. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വൗണ്ട്സ് ഓൺ എ ബ്രാസ് ബോബിൻ. ഒരു ബോബിൻ B എന്ന് പറയുന്ന ഒരു ബോബിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബോബിൻ്റെ മേലെ ഒരു ബ്രാസ് കൊണ്ടാണ് ആ ബോബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബോബിൻ്റെ മേലെയാണ് നമ്മൾ കോയിൽ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. with which two strips of soft iron M and F are set axially.
2 സോഫ്റ്റ് അയൺ പീസാണ് അവിടെ, 2 സ്ട്രിപ്പ് ഓഫ് സോഫ്റ്റ് അയൺ പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിഗറിനകത്ത് കാണാം എം എന്ന് എഴുതിയത് കാണാം, അതുപോലെ എഫ് എന്ന് എഴുതിയതും കാണാം. അങ്ങനെ 2 സോഫ്റ്റ് അയൺ പീസുകളാണ് ഇവിടെ റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോബിൻ, ബി എന്ന് പറയുന്ന ഒരു ബോബിൻ്റെ മേലെ നമ്മൾ കോയിലിനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ആക്സിയലായിട്ട് 2 എമ്മും എഫും 2 സോഫ്റ്റ് അയൺ സ്ട്രിപ്സും നമ്മൾ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സ്ട്രിപ്സ് എഫ് ഈസ് ഫിക്സഡ് വെറാസ് ദി അയൺ സ്ട്രിപ്പ് എം ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിൽ. ഇവിടെ എഫ് എന്ന് പറയുന്ന സ്ട്രിപ്പ് സോഫ്റ്റ് അയൺ സ്ട്രിപ്പ് ഫിക്സഡ് ആണ്, അത് മൂവ് ചെയ്യില്ല. എം ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റർ വെച്ച് ഓർക്കുക, എഫ് എന്ന് പറയുമ്പോൾ ഫിക്സഡ്, എം എന്ന് പറയുമ്പോൾ മൂവിങ് സ്ട്രിപ്പാണ് എം. അത് മൂവിങ് സ്ട്രിപ്പ് എം നമ്മുടെ സ്പിൻഡിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പിൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പ് എന്തായിരിക്കണം? മൂവ് ചെയ്യുന്ന സ്ട്രിപ്പ് ആയിരിക്കണം നമ്മൾ സ്പിൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. കാരണം സ്പിൻഡിൽ മൂവ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ സ്ട്രിപ്പും മൂവ് ചെയ്യേണ്ടതാണ്. സോ വിച്ച് ക്യാരീസ് ദ പോയിൻ്റർ പി. അപ്പോൾ പോയിൻ്റർ പി കണക്ട് വെച്ച് നമ്മൾ പോയിൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള സ്പിൻഡിലേക്ക് തന്നെയാണ് മൂവിങ് സ്ട്രിപ്പായിട്ടുള്ള എം അറ്റാച്ച് ചെയ്യണത്. ദെൻ സ്പ്രിംഗ് കൺട്രോൾ ഈസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ഏതാണ്? സ്പ്രിംഗ് കൺട്രോളാണ്. ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസൈൻഡ് സച്ച് ദാറ്റ് വെൻ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മുടെ കോയിലാണ്. കോയിലിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ, അതായത് പോയിൻ്റർ 0 പൊസിഷനിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ, പോയിൻ്റർ 0 പൊസിഷനിൽ തന്നെ നിൽക്കണം. ഫിഗറിൽ കാണാം എമ്മും എഫും തന്നിട്ടുണ്ട്. ആ 2 മാഗ്നറ്റിക് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ സ്ട്രിപ്സും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും 2 സ്ട്രിപ്സും സ്ട്രിപ്പും ഇരിക്കുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റിനകത്തൂടെ കറണ്ടൊന്നും കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അതായത് പോയിൻ്റർ 0 പൊസിഷനിൽ തന്നെ നിൽക്കുകയും ചെയ്യും. എമ്മും എഫും മൂവിങ് സ്ട്രിപ്പും ഫിക്സഡ് സ്ട്രിപ്പും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. വെൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സപ്ലൈ. ഇനി ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തു. അതിനകത്ത് കോയിൽ ഡബ്ല്യൂയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഫീൽഡ് മേക്സ് ദ ഫിക്സഡ് ആൻഡ് മൂവിങ് അയൺ എഫ് ആൻഡ് എം റെസ്പെക്റ്റീവ്ലി ടു പ്രൊഡ്യൂസ് സിമിലർ പോൾസ് ഇൻ ദി എൻഡ്. അപ്പോൾ അതുപോലെ മൂവിങ് അയണായിട്ടുള്ള ഫിക്സഡ് ആൻഡ് മൂവിങ് അയൺ എഫും എമ്മും ആയിട്ടുള്ള ഫിക്സഡ് അയണും അതുപോലെ മൂവിങ് അയണും റെസ്പെക്റ്റീവ്ലി സിമിലർ പോൾസ് അതിൻ്റെ 2 എൻഡിലായിട്ട് സിമിലർ പോൾസ് മേക്ക് ചെയ്യുന്നതായിരിക്കും. ദിസ് ഫീൽഡ് മേക്സ് ദ ഫിക്സഡ് ആൻഡ് മൂവിങ് അയൺ എഫ് ആൻഡ് എം റെസ്പെക്റ്റീവ്ലി ടു പ്രൊഡ്യൂസ് സിമിലർ പോൾസ് ഇൻ ദ എൻഡ്. ആ ഒരു ഫീൽഡ് കാരണം രണ്ട് നമ്മുടെ മൂവിങ് കോയിലിൻ്റെയും അതുപോലെ ഫിക്സഡ് കോയിലിൻ്റെയും എൻഡിലായിട്ട് മൂവിങ് അയണിൻ്റെയും ഫിക്സഡ് അയണിൻ്റെയും എൻഡിലായിട്ട് സിമിലർ പോൾസ് മേക്ക് ചെയ്യുന്നതായിരിക്കും. ദെർഫോർ ദ 2 സ്ട്രിപ്സ് റിപ്പൽ ഈച്ച് അതർ. സിമിലർ പോൾസ്, ഒരേപോലത്തെ പോളാണ് അവിടെ മേക്ക് ചെയ്യണത്. ഒരേപോലത്തെ പോളുകൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോർത്താണ് ഉണ്ടായതെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഫിക്സഡിനകത്ത് ഉണ്ടായത് നോർത്താണെങ്കിൽ മൂവിങ് അയണിൻ്റെ അകത്തും നോർത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ സിമിലർ ആയിട്ടുള്ള പോൾസാണ് ഒരേ അറ്റത്തായിട്ട് അതിൻ്റെ ഉണ്ടാവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരേപോലത്തെ പോളുകൾ നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. സൗത്ത് ആണെങ്കിലും മറ്റേതിലും സൗത്ത് തന്നെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സൗത്തും തമ്മിലും വീണ്ടും റിപ്പൽ ചെയ്യും. അപ്പോൾ 2 സ്ട്രിപ്പിനകത്തും ഒരേ പോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് റിപ്പൾഷൻ സംഭവിക്കും. ദ ടോർക്ക് സെറ്റപ്പ് പ്രൊഡ്യൂസസ് എ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം എൻഡ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഫിക്സഡ് എഫ് എന്ന് പറയുന്ന മൂവിങ് അയൺ ഫിക്സഡ് ആണ്, അത് മൂവ് ചെയ്യില്ല. പക്ഷേ എം മൂവിങ് അയൺ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ അനുസരിച്ചിട്ട് ടോർക്ക് സെറ്റപ്പ്, ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് കാരണം എന്ത് സംഭവിക്കും? മൂവിങ് സിസ്റ്റത്തിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. Therefore, it brings into play a controlling torque due to the torsion of the controlling springs or weight. അപ്പോൾ നമ്മളിവിടെ ഒന്നുകിൽ വെയിറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും കൺട്രോൾ കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കൺട്രോളിങ് സ്പ്രിങ് ഉപയോഗിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ടോർഷൻ ഓഫ് ദ കൺട്രോളിങ് സ്പ്രിങ് കാരണമോ അല്ലെങ്കിൽ വെയിറ്റ് കാരണമോ അവിടെ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. The moving system comes to rest in such a position that the deflection and controlling torques are equal. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫോഴ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ എപ്പോഴാണ് നീഡിലൊരു കറക്റ്റ് പോയിന്റിൽ, റെസ്റ്റിലൊരു പോയിന്റിൽ എത്തുന്നത് എപ്പോഴാണ്, കറക്റ്റ് റീഡിങ് തരുന്നത് എപ്പോഴാണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് മൂവിങ് സിസ്റ്റം മൂവിങ് സിസ്റ്റം റെസ്റ്റിൽ നിൽക്കുന്നത്. എയർ ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് commonly which is provided by the moving of the piston PN in a cylindrical air chamber C. അപ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്പിൻഡിൽ നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതിലേക്കാണ്? ഒരു PN എന്ന് പറയുന്ന ഒരു പിസ്റ്റണിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ പിസ്റ്റൺ എന്തിലാണ് ഇരിക്കുന്നത്? C എന്ന് പറയുന്ന ഒരു എയർ ചാമ്പറിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഡിഫ്ലക്ഷൻ ടോർക്ക് അതുപോലെ ഗ്രാജുവേഷൻ ഓഫ് ദ സ്കെയിൽ. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കും? സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ നേരത്തെ PMMCയിൽ പറഞ്ഞതാണെങ്കിൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരുന്നു. ഇവിടെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിലാണ്. അങ്ങനെ സ്ക്വയർ വരുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കെയിലിൻ്റെ ഗ്രാജുവേഷൻ അൺയൂണിഫോം ആയിട്ട് വരുന്നത്. അതായത് ആദ്യമേയൊക്കെ കൺജസ്റ്റഡ് ആയിട്ടും ദെൻ ലാസ്റ്റിലേക്ക് വരുമ്പം എക്സ്പാൻഡഡ് ആയിട്ടുള്ള സ്കെയിൽ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ക്വയറിൻ്റെ കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ യൂണിഫോം അല്ലാത്ത ഒരു സ്കെയിൽ കിട്ടുന്നത്. DC-യിലാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരുന്നു, അതുകൊണ്ട് തന്നെ യൂണിഫോം സ്കെയിലാണ് DC മെഷർമെൻറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സ്കെയിൽ ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി അൺഈവൻ. ഇവിടെ സ്കെയിൽ എന്തായിരിക്കും? അൺഈവൻ ആണ്. ബിഗിനിങ്ങിൽ ക്രാമ്പിൾഡ് ആയിട്ടുള്ള രീതിയിലും എൻഡിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുമാണ് ഇവിടെ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടു അച്ചീവ് ദ യൂണിഫോമിറ്റി ഓഫ് ദ സ്കെയിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കെയിലിനകത്തും യൂണിഫോമിറ്റി വരുത്താം. എങ്ങനെയാണ്? by using the tongue shaped strip as the fixed iron can be used. അപ്പോൾ ഫിക്സഡ് അയൺ ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് സോഫ്റ്റ് അയൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് അയണിനെ ടങ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ടങ് ഷേപ്ഡ് എങ്ങനെയാണ് എന്ന്. മൂവിങ് അയൺ റെക്റ്റാങ്കുലർ പീസ് തന്നെയാണ്. ഫിക്സഡ് അയൺ ഒരു ടങ് ഷേപ്ഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കെയിൽ നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അഡ്വാൻറ്റേജസ് ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ വോൾട്ട്മീറ്റർ ആയിട്ടും അമ്മീറ്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. AC-യും DC-യും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC. AC-യിലും യൂസ് ചെയ്യാം, DC-യിലും യൂസ് ചെയ്യാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഹെൻസ് കോൾഡ് ആസ് അൺപോളറൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. PMMC എന്ന് പറയുന്നത് പോളറൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? അൺപോളറൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറയാം. ഹാവിങ് എ സ്മോൾ വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ എറർ ആസ് ദ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഇസ് ഹൈ. ഇതിലും ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഹൈ ആണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ എറർ വളരെ കുറവാണ്. ദേ ആർ ലെസ് കോസ്റ്റ്ലി വെൻ കമ്പയർ ടു ദ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. ദേ ആർ റോബസ്റ്റ് ഓയിങ് ടു ദെയർ സിമ്പിൾ കൺസ്ട്രക്ഷൻ. അപ്പോൾ സിമ്പിൾ കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. They have satisfactorily accuracy levels within the limits of both the precision and industrial grades. അപ്പോൾ പ്രിസിഷൻ അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ്സും അതിൻ്റെ രണ്ടിൻ്റെയും വിത്തിൻ ദ ലിമിറ്റിൽ തന്നെ വരുന്ന സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആക്യുറസി ലെവലാണ് സാധാരണ ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഉണ്ടാവാറുള്ളത്. നമ്മുടെ PMMC-യിലാണെങ്കിൽ 270 ഡിഗ്രി വരെയാണ് അതിൻ്റെ സ്കെയിൽ കവർ ചെയ്തിരുന്നത്. ഇവിടെയാണെങ്കിൽ 240 ഡിഗ്രി ആർക്കാണ് ഇവിടെ സ്കെയിൽ കവർ ചെയ്യുന്നതായിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഹിസ്റ്ററിസിസ് എറർ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഫ്രീക്വൻസി ചേഞ്ചസ് കൊണ്ടുള്ള എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. വേവ് ഫോമിൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, വേവ് ഫോമിലും സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ കാരണം എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് നോൺ യൂണിഫോം സ്കെയിൽസ് കോമൺലി അതിന് നോൺ യൂണിഫോം സ്കെയിലാണ് ഞാൻ ഉണ്ടാവാറുള്ളത്. ഹവർ സ്പെഷ്യൽ മാനുഫാക്ചറിങ് ഡിസൈൻസ് ആർ യൂസ്ഡ് ടു ഗെറ്റ് ദ മോർ ഓർ ലെസ് യൂണിഫോം സ്കെയിൽസ്. അപ്പം കംപ്ലീറ്റ് ആയിട്ടും യൂണിഫോം സ്കെയിൽ അല്ലെങ്കിൽ ലെസ് യൂണിഫോം സ്കെയിലുകൾ കിട്ടാനായിട്ട് നമുക്ക് പുതിയ മോഡിഫിക്കേഷൻസ് മാനുഫാക്ചറിങ് ഡിസൈൻസിൽ വരുത്തിയിട്ട് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പുകളും അവൈലബിൾ ആണ്. എന്നാൽ കൂടി കോമൺ ആയിട്ട് ലഭിക്കാറുള്ളത് നോൺ യൂണിഫോം ആയിട്ടുള്ള സ്കെയിലുകളാണ്.